ഹായ് ഹലോ, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പോൺസിൻ്റെ ബ്രൈറ്റ് മിറാക്കിൾ ഫേഷ്യൽ ഫോമിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആയിട്ടാണ്. ഇതിൻ്റെ പാക്കേജിങ് വരുന്നത് ഇതുപോലുള്ള ട്യൂബ് ടൈപ്പിൽ വരുന്ന ഒരു പാക്കേജിംഗ് ആണ്. സാധാരണ നമ്മുടെ ഫേസ് വാഷും കാര്യങ്ങളൊക്കെ വരുന്ന പോലത്തെ പാക്കേജിങ് തന്നെയാണ്. ഒരു പിങ്ക് കളറിൽ വൈറ്റ് ക്യാപ്പൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇത് വന്നിട്ട് ലീക്ക് പ്രൂഫാണ്. അതുപോലെ തന്നെ നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാക്കേജിങ് കൂടെയാണ്. ഈ ഫേഷ്യൽ ഫോമിൻ്റെ പാക്കേജിങ് വന്നിട്ട് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എക്സ്പയറി ഡേറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പോൺസിൻ്റെ സ്കിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നിട്ടും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫോർമുലയാണെന്നാണ് കേട്ടോ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ മൃദുവായ ക്ലെൻസിങ് ഏജൻറ്റുകൾ ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതായത് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആകാതിരിക്കാൻ എല്ലാം ഹെൽപ്പ് ചെയ്യും എന്നാണ് കേട്ടോ പറയുന്നത്. ഈ ഒരു ഫേഷ്യൽ ഫോമിൽ വന്നിട്ട് നയാസോർസിനോൾ പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് കേട്ടോ. അത് നമ്മുടെ സ്കിന്നിൽ നല്ല രീതിയിലൊന്ന് ബ്രൈറ്റൻ എഫക്റ്റ് നൽകുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ക്ലാരിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് നല്ലതാണ്. ഇനി ഒരു ഫേഷ്യൽ ഫോം ഉപയോഗിക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അതായത് ചെറിയ അളവിലുള്ള ഒരു പീ സൈസ് എടുത്തിട്ട് നമുക്ക് വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഒരു ഫോം ടൈപ്പിലാക്കി എടുക്കുക. എന്നിട്ട് മുഖത്ത് സർക്കുലർ മോഷനിൽ ഒരു 30-40 സെക്കൻഡൊക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ നോർമൽ വാട്ടറിൽ അത് വാഷ് ചെയ്തിട്ട് കളയാം. ഞാൻ ഈ ഒരു ഫേസ് ഫോം യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, മുഖം നല്ല ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ട് തോന്നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിലും യൂസ് ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ളൊരു ഫേസ് ഫോമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന അധിക ഓയിലൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓയിലി സ്കിന്നുകാർക്കായിരിക്കും ഇത് കൂടുതൽ യൂസ് ചെയ്യാൻ നല്ലത്. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ആ ഒരു ഡൾനെസ്സൊക്കെ കുറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതായത് നല്ലൊരു ഫ്രഷ് ആയിട്ട് ഒന്നൊരു ബ്രൈറ്റൻ ആക്കി വെക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല ഡ്രൈ സ്കിന്നുള്ള ആളുകളാണെങ്കിൽ അല്പം ഡ്രൈനെസ് തോന്നിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പം നിങ്ങൾ അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുള്ള ആളുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യട്ടോ ആഫ്റ്റർ. പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് കിട്ടും. പക്ഷേ നിങ്ങൾ സ്ഥിരമായിട്ട് ഫലം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഗുലറായിട്ട് ഇത് യൂസ് ആക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. 100 ഗ്രാമിൻ്റെ ട്യൂബായിട്ട് സാധാരണ 250-300 ആ ഒരു റേഞ്ചിലൊക്കെയാണ് നിങ്ങൾക്ക് ഇത് ലഭിക്കുക. എല്ലാ ലോക്കൽ സ്റ്റോറിലും അതുപോലെ തന്നെ ഓൺലൈനിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഓൺലൈനിലാവുമ്പോൾ കുറച്ചുകൂടെ ഒരു ഓഫറൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിന് തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടും. ഈ ഒരു പോൺസിൻ്റെ ഐറ്റംസൊക്കെ അറിയാമല്ലോ, നമുക്ക് ഈസി ആയിട്ട് തന്നെ അവൈലബിൾ ആവും. ഇത് യൂസ് ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. ഒരുപാട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ തന്നെ നല്ല പതഞ്ഞിട്ട് വരും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അനുയോജ്യമായിട്ട് ഉള്ള ഒരു സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് നോർമൽ ടു ഓയിലി സ്കിൻ വരെയുള്ള സ്കിൻ ടൈപ്പിനാണ് കേട്ടോ ഏറ്റവും ഇത് യൂസ് ചെയ്യാൻ നല്ലത്. അതുപോലെ തന്നെ സെൻസിറ്റീവ് അതുപോലെ ഡ്രൈ സ്കിന്നുകാരൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ സെൻസിറ്റീവ് ഉള്ള സ്കിന്നുകാരാണെങ്കിൽ ആദ്യം നിങ്ങൾ പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക് ഔട്ട്സോ കാര്യങ്ങളോ വരുമൊന്നും നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് നല്ല മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. നേരത്തെ പറയാൻ വേണ്ടി വിട്ടു പോയതാണ്. സ്മെല്ലൊന്നും കുഴപ്പമൊന്നുമില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള മറ്റൊരു ഫേഷ്യൽ ഫോം ആയിരുന്നു പോൺസിൻ്റെ തന്നെ ഒരു ചാർക്കോൾ ഒരു മിറാക്കിൾ ഫേഷ്യൽ ഫോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം. അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെയായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു റിവ്യൂ വീഡിയോ വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിവ്യൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ.